ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. Find the degree measures of corresponding to the following radian measures. Use pi equal to 22/7. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതൊക്കെ റേഡിയൻ മെഷേഴ്സ് ആണ്. ഈ റേഡിയൻ മെഷേഴ്സിൻ്റെ ഡിഗ്രി മെഷേഴ്സ് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഫസ്റ്റ് 11/16. നമ്മൾ റേഡിയനെ ഡിഗ്രിയിലോട്ടാണ് മാറ്റുന്നത്. റേഡിയനെ ഡിഗ്രിയിലോട്ട് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 180/π കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഡിഗ്രിയിലോട്ടാണ് മാറ്റുന്നതെങ്കിൽ 180/πയും, അതല്ല റേഡിയനിലോട്ടാണ് മാറ്റുന്നതെങ്കിൽ π/180 ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ റേഡിയന് ഡിഗ്രിയിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ 180/π കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 11/16 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളെ നമുക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. ഇവിടെ 22/7, പൈയുടെ വാല്യൂ 22/7 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഇനി ഒരു മാറ്റം കൂടി വരുത്താണ്, ശ്രദ്ധിച്ചോട്ടോ. ഈ 180/22/7 ഒന്നും കൂടി മാറ്റി 180 ഫസ്റ്റത്തെ ഫ്രാക്ഷന് ഇതിങ്ങനെയാണല്ലോ വരിക. 180/22/7 ആണല്ലോ വരിക. ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷണൽ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. 180യുടെ ഡിനോമിനേറ്ററിൽ ഒരു 1 ഉണ്ടാവും. അപ്പോൾ 180/1 ഡിവിഷൻ എന്താവും? ഇൻറ്റു ആവും. 22/7 എന്താവും? 7/22 ആവും. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. എന്താ ഇവിടെ ഈ 0 അല്ല, 180നെ പകുതിയാക്കി. 180ൻ്റെ പകുതി 90. ഇവിടെ 16ൻ്റെ പകുതി 8. 11നെ 11 കട്ട് ചെയ്താൽ 1. 22നെ 11 കട്ട് ചെയ്താൽ 2. എങ്ങനെയാ? ഒന്നും കൂടി കേട്ടോ, നോക്കിക്കോ. 180നെയും 16നെയും കട്ട് ചെയ്തു. 180ൻ്റെ പകുതി 90, 16ൻ്റെ പകുതി 8. 11നെയും 22നെയും കട്ട് ചെയ്തു. 11നെ 11 കട്ട് ചെയ്താൽ 1, 22നെ 11 കട്ട് ചെയ്താൽ 2. അങ്ങനെയാണ് 1/8, 9/1, 7/2 എന്നായത്. ഇനി വീണ്ടും കട്ട് ചെയ്തു. നോക്കിയേ, 90ൻ്റെ പകുതി 45. 90ൻ്റെ പകുതി 45. ഈ 2നെ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 1 ആയി. ഓക്കെ, അപ്പോൾ 1/8 ഇൻറ്റു 45/1 7/1 എന്നായി. ഇനി 45 ഇൻറ്റു 7 ചെയ്തു. 45നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 5 35, 5 ശിഷ്ടം 3 കിട്ടും. 4 28, 28 2 30, 1 31. 315/8 ഇൻറ്റു 1 8, 8 ഇൻറ്റു 1 8. അപ്പം 315/8 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കിക്കോ. 315നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ 4 8 32 ആണ്. 4 വരില്ല, അപ്പം 3 പോകുള്ളൂ. 3 8 24. 31 24 പോയാൽ 11 4 പോയാൽ 7. 3 അല്ലത് 2 2 പോയാൽ 0. ഇവിടെ 75 ആയി. 8 8 64, 8 9 8 72, 8 9 72 ശിഷ്ടം 3 വരും. അപ്പോൾ 39 ഡിഗ്രി പ്ലസ് 3/8 ഡിഗ്രി എന്ന് വരും. കണ്ടോ, 39 ഡിഗ്രി പിന്നെ ആരാ? 3/8 ഡിഗ്രി എന്ന് വരും. ഇനി ഈ 3/8നെ നമ്മൾ മാറ്റാൻ പോകണ്ടോ? 1 ഡിഗ്രി ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത മിനിറ്റ് ആണ്. അപ്പോൾ ഒരു ഡിഗ്രി എന്ന് പറയുന്നതാ, നോക്കിക്കോ. 3/8 ഡിഗ്രി ഞാൻ മാറ്റാൻ പോവാണ്. 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റാൻ പോവാണ്, മിനിറ്റിലോട്ട് മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ 3/8നെ 60, 1 ഡിഗ്രിയാണ് 60. അപ്പോൾ ഇത്രയും ഡിഗ്രി കാണാൻ ഇതിനെ 60 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3/8നെ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിയാ, 3 ഇൻറ്റു 60, 3 6 18 ആണ് അല്ലേ? അപ്പോൾ 180/8. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? 180നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
2 8 16, 2 8 16, 18 16 പോയാൽ 2 കിട്ടും, 0 ഇറക്കിയത്. ഇവിടെ വീണ്ടും 2 8 16 ശിഷ്ടം 4 വരും. ഓക്കെ, അപ്പോൾ 22 മിനിറ്റ് 4/8 എന്ന് വരും. ഇതിനെ ചെറുതാക്കിയാണ് കേട്ടോ. 4/8 നമ്മൾ ചെറുതാക്കുമ്പോൾ 1/2 വരും. 22 മിനിറ്റും ഇവിടെ 180 ചെറുതാക്കിയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തത്. ഞാൻ അതിന് മുമ്പ് തന്നെ ഇവിടെ ഡിവൈഡ് ചെയ്തു. അതിന് മുമ്പ് ഡിവൈഡ് ചെയ്തെഴുതി കുഴപ്പമില്ല കേട്ടോ. 22 മിനിറ്റ് പ്ലസ് 4/8 ആണ് വരിക. അതിനെ ചെറുതാക്കുമ്പോൾ എത്ര വരും? 1/2 വരും. അതല്ല ഇവിടെയും വന്ന് അല്ലേ? അപ്പോൾ 2 മിനിറ്റ് വരില്ല. ഇനി ഇതിനെ വീണ്ടും സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ 1 മിനിറ്റ്, അതോടെ 1 മിനിറ്റ് അത് എഴുതിയ മായിക്കട്ടെ കേട്ടോ. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പോൾ അര മിനിറ്റ് എന്ന് പറയുന്നത് അരനെ 60 കൊണ്ട് ഗുണിക്കണം. 1 × 60 60 ആണ്. സോ 60/2 30 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ ആൻസർ ആയി. എത്രയാ ഡിഗ്രി? എത്രയാ? 39 ഡിഗ്രി. എത്രയാ? 22 മിനിറ്റ് ആൻഡ് 30 സെക്കൻഡ് എന്നുള്ള രീതിയിലോട്ട് അതിനെ നമ്മൾ മാറ്റി. 11/16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39, 22 ആൻഡ് 13. ക്ലിയർ? എങ്ങനെയെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത ഓരോന്നും കൂടി ഇതേപോലെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടും കേട്ടോ. അടുത്ത -4നെ 180/π കൊണ്ട് ഗുണിക്കാണ്. പൈനെ നമ്മൾ 22/7 ആക്കി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ വരും? -4 ആണ് കേട്ടോ, മറക്കരുത്. 22/7 എന്താവും? 7/22 ആവും. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാം. 180നെ നമ്മൾ പകുതിയാക്കി. എത്രയാ? 90. 22നെ നമ്മൾ പകുതിയാക്കി 11. 180നെ പകുതിയാക്കിയപ്പോൾ 90ആയി. 22നെ പകുതിയാക്കിയപ്പോൾ 11ആയി. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. നോക്കിക്കോ, 4 × ഇനി ഇവിടെ കട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. 4നെ 11 ആയിട്ടും 90നെ 11 ആയിട്ടും ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 90 × 4 ചെയ്യാം. 90 × 4 എന്ന് പറഞ്ഞാൽ 4 4 36, എന്നിട്ടൊരു 0 ഇട്ട് കൊടുത്താൽ മതി. അതിനെ പിന്നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0 6 42 2 ശിഷ്ടം 4 വരും. 3 21 21 4 25 കണ്ടോ? 2520 കിട്ടും. 1 × 11 11 ആണ്. അപ്പോൾ 2520/11. അപ്പോൾ നമ്മൾ ഇനി 2520നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഒരു 11 11, 2 11 22 വരും. 25 22 പോയാൽ എത്രയാ? 3 ഉണ്ടാവും അല്ലേ? 2നെ റൈറ്റ് ഡൗൺ ചെയ്തു. വീണ്ടും 2 11 22. 2 2 പോയാൽ 0, 3 2 പോയാൽ 1, 0 ഇറക്കി എഴുതി. 9 11 99. 100 99 പോയാൽ 1 കണ്ടോ? 229 ഡിഗ്രി. പിന്നെ 1/11. ഓക്കെ, ഇനി ഈ 1/11നെ നമ്മൾ എന്ത് ചെയ്യണം? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ? 1/11ന് 60 1 × 60 60. അപ്പോൾ 60/11 വരും. 60നെ 11 കൊണ്ട് ചെയ്യണം. ഒരു 5 11 55 ശിഷ്ടം 5 വരും അല്ലേ? അപ്പോൾ 5/11 വരും. ഈ 5 രണ്ടും ഒരേ മിനിറ്റ് ആണല്ലോ. ഈ 5/11നെ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6 5 30 അഥവാ 300/11 വരും. അപ്പോൾ 300നെ പിന്നെ 11 ഡിവൈഡ് ചെയ്യാം. 300/11. 30ൽ 2 എണ്ണം വരും. 2 11 22. 30 22 പോയാൽ ബാക്കി 8 ഉണ്ടാവും. 0 ഇറക്കി എഴുതി. 80 അല്ലേ? ദെൻ 7 11 77. 80 77 പോയാൽ 10 7 പോയാൽ 3 വരും. അപ്പോൾ റിമൈൻഡർ വീണ്ടും 3 വരും. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും 27 സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 റിമൈൻഡർ 0 അല്ലല്ലോ കിട്ടി. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ 0 കിട്ടിയിരുന്നു, ഇവിടെ 0 കിട്ടിയില്ല. അപ്പം നമ്മളിവിടെ നിയർലി എന്ന് പറഞ്ഞാണ്ടാണ് ഇത് കണ്ടോ? നിയർലി, കാരണം ഇത് വീണ്ടും റിമൈൻഡർ വന്നിട്ട് പോവുകയാണ്. അപ്പം നിയർലി എന്ന് പറഞ്ഞൊരു ടേം അവിടെ കൊടുക്കും. അഥവാ -4 എന്ന് പറയുന്നത് -229 ഡിഗ്രി ആൻഡ് 5 മിനിറ്റ് ആൻഡ് 27 സെക്കൻഡ് എന്ന് പറയാം. നമുക്ക് നിയർലി ആണ് കേട്ടോ. അത് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? എൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി മൂന്നാമത്തത് നമുക്ക് വരുന്നത് 5π/3 ആണ് വരുന്നത്. എത്രയാ? 5π/3. അപ്പോൾ അതിനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പൈയും ക്യാൻസൽ ആയി പോവും. ഓക്കെ, അപ്പോൾ 5/3 × 180 വരും. 180നെ 3 കൊണ്ട് കട്ട് ചെയ്യാം. 180നെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും അല്ലേ? 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 180/3 എത്രയാണ് വരിക?
6 3 18 പിന്നെ ഒരു 0 അല്ല, അതവിടെ ഇട്ട് കൊടുക്കുക 60 ഉണ്ടോ. 6 5 30 300 എന്ന് കിട്ടും. കറക്റ്റ് 300 ഡിഗ്രി എന്ന അളവിൽ. ഓക്കെ, അതിനുശേഷം പിന്നെ റിമൈൻഡറും കാര്യങ്ങളും ഒന്നുമില്ല, റിമൈൻഡർ 0 ആയിട്ട് പോയി അല്ലേ. ദെൻ അടുത്തത് 7π/6 ആണ് അടുത്തത് നമുക്ക് വരുന്നത്. ഇതിനെ 180/π കൊണ്ട് കട്ട് ചെയ്യുക. പൈയും പൈയും കട്ടായി പോവും. 180നെ 6 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. 180നെ 6 കൊണ്ട് കട്ട് ചെയ്യാം. 3 6 18. 0 ഇറക്കി എഴുതി, മുകളിലോട്ട് എഴുതി 30 എന്ന് കിട്ടും. കണ്ടോ. ദെൻ 7 × 30 7 3 21 210 എന്ന് വരും. 7π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് റേഡിയനെ നമ്മൾ ഡിഗ്രിയിലോട്ട് മാറ്റുന്നത്. റേഡിയനെ ഡിഗ്രിയിലോട്ട് മാറ്റാൻ 180/πയും ഡിഗ്രിയെ റേഡിയനിലോട്ട് മാറ്റാൻ π/180 ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക, നന്നായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.